മൊഴികൾ നിന്നിലുണ്ടല്ലോ നാഥാ. നിന്നെ വിട്ടു പിന്നെ ഞങ്ങൾ എങ്ങു പോയിടും? നിത്യജീവമൊഴികൾ. നിത്യവും ശ്രവിക്കാം നിത്യജീവമൊഴികൾ. കർത്തൻ വാനിൽ വന്നിടുമേ ദൂതരുമായി, തൻ മക്കളെല്ലാം സ്വർഗലോകം പൂകിടാറായി. കർത്തൻ വാനിൽ വന്നിടുമേ ദൂതരുമായി, തൻ മക്കളെല്ലാം സ്വർഗലോകം പൂകിടാറായി. കർത്തൻ വാനിൽ വന്നിടുമേ ദൂതരുമായി, തൻ മക്കളെല്ലാം സ്വർഗലോകം പൂകിടാറായി. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. 61-ാം സങ്കീർത്തനം 2-ാം വാക്യമാണ് നാം ശ്രദ്ധിച്ചത്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി അടുത്തു വരുന്നൊരു ഭക്തൻ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ ഹൃദയം ക്ഷീണിക്കുന്ന സമയം നമുക്ക് അടുത്തു വരുവാൻ, പ്രാർത്ഥിക്കുവാൻ, നമുക്ക് ആശ്രയിപ്പാൻ ഒരിടം ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. നമുക്കും പ്രാർത്ഥനയോടുകൂടെ ഈ ദിവസത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ അല്പസമയമായിരിക്കുമ്പോൾ ഒരു കുരുടനായ മനുഷ്യൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുന്ന കർത്താവിനെ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ വായിക്കുവാൻ കഴിയും. 49-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ കുരുടനോട് പറയുകയാണ്. ഒരു കുരുടനായ മനുഷ്യൻ ബർത്തിമായി അവൻ പുരുഷാരത്തിൻ്റെ നടുവിലൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചപേക്ഷിക്കുകയാണ്. പുരുഷാരത്തിൻ്റെ വലിയ ആരവമുണ്ട്, അത് കർത്താവ് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ഈ ആരവത്തിൻ്റെ നടുവിലും ഒരു കുരുടനായ മനുഷ്യൻ്റെ നിലവിളി കർത്താവ് ശ്രദ്ധിക്കുന്നു. അവനെ വിളിപ്പീൻ എന്ന് കർത്താവ് പറയുകയാണ്. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ, അവൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് മതിയായവനായിരുന്നു. ആത്മാർത്ഥമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥനാകുന്നുവെന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കുരുടൻ്റെ നിലവിളിയും കർത്താവ് കേട്ടു. മറ്റുള്ളവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിക്കുമ്പോൾ അവൻ ഏറ്റവും അധികം ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവൻ്റെ ആവശ്യം എന്ത് എന്ന് കർത്താവ് ആരായുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണം? എനിക്ക് കാഴ്ച ലഭിക്കണം. അവൻ്റെ ആവശ്യം വളരെ വലുതായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ കാഴ്ചയില്ലാതെ ഭാരപ്പെട്ടപ്പോൾ അവന് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനുള്ള വലിയ താല്പര്യമുണ്ടായിരുന്നു. അവന് കാഴ്ച ലഭിച്ചതായി നാം വായിക്കുന്നു. വ്യക്തിപരമായി ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങളെ അറിയുന്ന ദൈവ വിളിയുടെ പ്രത്യേകതയാണ് നമുക്കിവിടെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നത്. ദൈവം വിളിക്കുമ്പോൾ ഓരോ വ്യക്തികളെയും വിളിക്കുകയാണ്. ഒരു സമൂഹത്തെയല്ല, ഒരു പ്രത്യേക വിഭാഗത്തെ, ഒരു പ്രത്യേക ജാതിയുമല്ല. പിന്നെയോ ദൈവം വ്യക്തിപരമായി നമ്മെ വിളിക്കുകയാണ്. ഒരു അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. എത്രയോ ശ്രേഷ്ഠമായ വ്യക്തമായ വിളിയാണ് അബ്രഹാമിന് ദൈവം നൽകിയത്. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടനുസരിച്ച് എവിടേക്ക് പോകുന്നെന്നറിയാതെ യാത്ര പുറപ്പെട്ടു എന്ന് വായിക്കുന്നു. ദൈവത്തിൻ്റെ വിളി കേൾക്കുന്ന, ദൈവത്തെ അനുസരിക്കുവാൻ തീരുമാനിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ നിലയിൽ ദൈവത്തെ അനുസരിച്ചിട്ടുള്ള, ദൈവത്തിൻ്റെ വിളി കേട്ടിട്ടുള്ള എത്രയെത്ര ആയിരങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിലൂടെ നമുക്ക് ചിന്തിക്കുവാനായി സാധിക്കും. പ്രിയരെ, ദൈവവിളി അത് വ്യക്തിപരമായിട്ടുള്ള വിളിയാണ്. മാത്രമല്ല, ആ വിളിയിൽ വലിയ സ്നേഹം അന്തർലീനമായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വിളി സ്നേഹമസൃണമായിട്ടുള്ള വിളിയാണ്. പലതരം വിളികളുണ്ട്, പല നിലകളിൽ വിളിക്കുവാൻ കഴിയും. എന്നാൽ ഇവിടെ ദൈവം വിളിക്കുന്നത്, മകനെ, മകളെ, നിൻ്റെ ഹൃദയം എനിക്കായി നൽകുമോ?
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ വിളി എത്രയോ ശ്രേഷ്ഠമായ വിളിയാണ്. ആ വിളിയിൽ ആ സ്നേഹത്തിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. അല്ലയോ ദാഹിക്കുന്നവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. അപ്പമല്ലാത്തതിന് നിങ്ങൾ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? നിൻ്റെ ആ ദൈവത്തിൻ്റെ വിളി കേട്ട് അടുത്തു വരുന്ന ഏവരെയും ആ ദൈവസ്നേഹത്താൽ തൻ്റെ മാർവോട് ചേർക്കുന്ന ദൈവസ്നേഹം, ആ സ്നേഹം എത്രയോ ശ്രേഷ്ഠമായ സ്നേഹമാണ്. നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുവാൻ ഒരു യോഗ്യതയും നമ്മളില്ലെങ്കിൽ പോലും, നാം പാപികളും അശുദ്ധരും അഭക്തരും ദൈവത്തിൻ്റെ ശത്രുക്കളും ബലഹീനരുമായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തൻ്റെ ചങ്കിലെ ചുടുനിടം ഊറ്റിത്തന്ന ദൈവസ്നേഹം, ആ സ്നേഹമസൃണമായ വിളി നിരസിക്കാതെ ദൈവത്തെങ്കിലേക്ക് അടുത്തു വരുന്ന ഒരു വ്യക്തിയെയും ദൈവം ഉപേക്ഷിക്കുകയില്ല. ദൈവം അവരെ മാറോടണച്ച് ആശ്ലേഷിക്കുന്ന, അനുഗ്രഹിക്കുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വ്യക്തിപരമായി ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയും. ദൈവം ആരെ വിളിക്കുന്നുവോ ആ വിളിയിൽ പ്രത്യേകമായൊരു ശക്തി അടങ്ങിയിട്ടുള്ളതായി മനസ്സിലാക്കുവാൻ കഴിയും. അനേകർ ദൈവത്തിൻ്റെ വിളി കേട്ട് അടുത്തു വരുവാൻ കാരണം ആ വിളിയിൽ ദൈവികമായൊരു ശക്തി ആവരിച്ചിരുന്നു എന്നുള്ളതാണ്. ആ വിളി കേൾക്കുമ്പോൾ ഒന്നുകിൽ ആ വിളിയോട് അതേ കർത്താവേ ഞാൻ വരുന്നു എന്ന് പറയുവാനായിട്ട് കഴിയും. അതേസമയം തന്നെ ആ വിളി കേൾക്കുമ്പോൾ ആ വിളിയെ മറുതലിക്കുവാനും കഴിയും. ഇന്ന് അനേകർ ദൈവത്തിൻ്റെ വിളിയെ മറുതലിച്ച് മുമ്പോട്ട് പോവുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹമസൃണമായ വിളിയെ നിരസിക്കുന്നവർ നീക്കുപോക്കില്ലാത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ദൈവം നമ്മെ വിളിക്കുമ്പോൾ അതേ കർത്താവേ ഞാൻ വരുന്നു, ക്രൂശിങ്കൽ സാധു ക്ഷീണൻ കുരുടൻ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ക്ഷീണിച്ച ഹൃദയത്തെ അവിടുന്ന് ശക്തീകരിക്കണമേ, എൻ്റെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആര് കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് വരുന്നുവോ അവർക്ക് ആ ദൈവശക്തി തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കഴിയും. പാപിയെ പരിശുദ്ധരാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ശക്തി, പിശാചിൻ്റെ സന്തതികളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്ന ദൈവപ്രവൃത്തി താങ്കളുടെയും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. ദൈവവിളിയിൽ അടങ്ങിയിരിക്കുന്ന ആ ദൈവശക്തി താങ്കൾക്കും വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ കഴിയും. ഇതാ ആ കുരുടനെ ദൈവം വിളിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ഒരു അത്ഭുതം നടക്കുകയാണ്. അവൻ്റെ അതുവരെ ഉണ്ടായിരുന്ന അന്ധകാരാവസ്ഥ മാറി അവൻ അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരികയാണ്. അവൻ ദൈവമഹത്വം ദർശിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നിരിക്കുന്നു. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കണ്ണുകൾ, ആ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചിരിക്കുന്നു. അവൻ ഉയരത്തിലേക്ക് നോക്കി ദൈവമഹത്വം ദർശിക്കുകയും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് അവൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. മാത്രമല്ല ആ വിളി നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന വിളിയാണ്. അത്ഭുതകരമായ ഒരു വലിയ രൂപാന്തരം ആ കുരുടനായ മനുഷ്യനിൽ സംഭവിക്കുകയാണ്. ആ വിളി കേട്ട മാത്രയിൽ അവൻ കാഴ്ച ലഭിക്കുന്നു എന്ന് മാത്രമല്ല അവൻ കർത്താവിനെ അനുഗമിക്കുവാൻ തീരുമാനിക്കുന്നു. അന്ധകാരം മാറിയവർ, അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവർ, അവർ കർത്താവിനെ പിൻപറ്റുകയാണ്, കർത്താവിനെ അനുഗമിക്കുകയാണ്. മാത്രമല്ല ഈ കുരുടനായിരുന്ന മനുഷ്യൻ ചെയ്ത മറ്റൊരു കാര്യം, അവൻ അതുവരെ പുതച്ചിരുന്നൊരു പുതപ്പ്, ആ പുതപ്പ് വിട്ട് കർത്താവിനെ അനുഗമിക്കുകയാണ്. ആ പഴയ പുതപ്പ് ഇനി ആവശ്യമില്ല. കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ ആ വിളിയുടെ ശക്തി അനുഭവിച്ചറിയുവാൻ, ആ വിളിയിൽ അന്തർലീനമായിരിക്കുന്ന ദൈവസ്നേഹം രുചിച്ചറിയുവാൻ, ആ വിളിയിൽ കൂടെ നമ്മുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഇട നൽകിയതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സ്വർഗീയ പിതാവേ, കുരുടൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഞങ്ങളുടെ അന്ധത മാറ്റിയതുകൊണ്ട് സ്തോത്രം, അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ നടത്തിയതുകൊണ്ട് സ്തോത്രം. ഈ വ്യക്തിപരമായ അനുഭവം ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തവരും ദൈവകൃപയിലേക്ക് വരുവാൻ, അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാൻ കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധു ക്ഷീണൻ കുരുടൻ സർവവും എനിക്കിച്ചിൽ പൂർണ്ണ രക്ഷ കാണും
പാദം